ജീവിതത്തിലെ ചില നിമിഷങ്ങളുണ്ട്. ചുറ്റും ഒരുപാട് ആളുകളുണ്ടാകും. ഉള്ളിലൊരു വലിയ പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. നമ്മൾ തനിച്ചാണെന്ന് തോന്നിപ്പിക്കുന്ന, നമ്മളെ മാനസികമായി തളർത്തുന്ന നിമിഷങ്ങൾ. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? എങ്കിൽ ഒരു കാര്യം ഓർക്കുക. ചില യുദ്ധങ്ങൾ, ചില കടുത്ത പോരാട്ടങ്ങൾ നമ്മൾ തനിയെ തന്നെ പൊരുതി ജയിക്കേണ്ടവയാണ്. അവിടെ ആരും നമ്മളെ സഹായിക്കാനായിട്ട് വരില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ രക്ഷകൻ. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം പുഞ്ചിരിയോടെ നേരിടാനും നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം അതിശക്തനാക്കി മാറ്റാനും ചില രഹസ്യങ്ങളുണ്ട്. വെറും ഒരു മോട്ടിവേഷൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട 8 മാന്ത്രികമായിട്ടുള്ള ശീലങ്ങൾ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ പിന്നെ ഏത് വലിയ കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾ തളരില്ല. പകരം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. എന്താണ് ആ 8 ജീവിതശൈലികൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് വണ്ണായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വായനയാണ്. ഒന്നാമത്തെ ശീലം. മിക്കവരും വിചാരിക്കുന്നത് വായന എന്നത് വെറും പരീക്ഷ ജയിക്കാനോ അല്ലെങ്കിൽ സമയം കളയാനോ ഉള്ള ഒന്നാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച വിജയികളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഇലോൺ മസ്ക് ആവട്ടെ, ബിൽ ഗേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ APJ അബ്ദുൽ കലാം ആകട്ടെ, ഇവരെ എല്ലാം മാറ്റിയെടുത്തത് വായനയാണ്. ഞാൻ ഒരു ചെറിയ കഥ പറയട്ടെ. ചെന്നൈയിലെ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ. അവിടെ അച്ഛനില്ലാത്ത, അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഒരു പാവപ്പെട്ട പയ്യനുണ്ടായിരുന്നു. ജീവിക്കാൻ വേണ്ടി അവൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പത്രങ്ങളും മാസികകളും വിൽക്കാൻ തുടങ്ങി. കൂലിപ്പണിക്ക് പോകുന്ന അമ്മയ്ക്ക് അവനെ വലിയ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പണമില്ലായിരുന്നു. പക്ഷെ ആ കുട്ടി ഒരു കാര്യം ചെയ്തു. പത്രം വിൽക്കുന്നതിനിടയിൽ കിട്ടുന്ന ഓരോ സെക്കൻഡിലും അവൻ അതിലെ വാർത്തകളും അറിവുകളും വായിച്ചു തീർത്തു. റെയിൽവേ സ്റ്റേഷനിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അവൻ ഒരു ആവേശത്തോടെ വായിച്ചു കൂട്ടി. ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള അറിവുകൾ ആ വായനയിലൂടെ അവൻ നേടിയെടുത്തു. കാലം കടന്നുപോയി. റെയിൽവേ സ്റ്റേഷനിൽ പത്രം വിറ്റ് നടന്ന ആ പയ്യൻ, അവൻ മറ്റാരുമല്ല, ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന, നമ്മൾ ആദരവോടെ വിളിക്കുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹത്തെ ആ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിച്ചത് ആ വായനാശാലയും വായനാശീലവും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ ഒരു നല്ല പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു വ്യക്തിയുമായാണ് സംസാരിക്കുന്നത്. കാരണം ഒരു എഴുത്തുകാരൻ തന്റെ ജീവിതത്തിലെ 30 അല്ലെങ്കിൽ 40 വർഷത്തെ അനുഭവങ്ങളും അറിവുകളുമാണ് ഒരു ചെറിയ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ദിവസവും ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നല്ലൊരു പുസ്തകം വായിക്കാൻ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ചിന്താഗതി മാറും. പ്രതിസന്ധികളെ നേരിടാനുള്ള ബുദ്ധി ഉണ്ടാകും. മറ്റാരേക്കാളും മുൻപിൽ നിങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ വായന ഒരു ശീലമാക്കൂ. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ധ്യാനവും മാനസിക ആരോഗ്യവുമാണ്. മെഡിറ്റേഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമ്മൾ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും മാനസിക ആരോഗ്യത്തിന് നൽകാറില്ല. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ, ഭയവും ഉത്കണ്ഠയും നിറഞ്ഞതാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. ഇവിടെ ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥ ഞാൻ പറയാം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനിയായ ആപ്പിൾ കെട്ടിപ്പടുത്ത വ്യക്തിയാണ് സ്റ്റീവ്. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ കറുത്ത അധ്യായത്തെക്കുറിച്ച് അറിയൂ. താൻ ചോരയും നീരും നൽകി വളർത്തിയ സ്വന്തം കമ്പനിയിൽ നിന്ന് ഒപ്പമുണ്ടായിരുന്നവർ തന്നെ അദ്ദേഹത്തെ ഒരു ദിവസം പുറത്താക്കി. ആലോചിച്ചു നോക്കൂ, നമ്മൾ ജീവനായി കണ്ട ഒന്നിൽ നിന്ന് നമ്മളെ ആരെങ്കിലും ചതിച്ചു പുറത്താക്കിയാൽ നമ്മൾ എത്രത്തോളം തകർന്നു പോകും. സ്റ്റീഫും അന്ന് കടുത്ത ഡിപ്രഷനിലേക്ക് പോയി. എല്ലാം അവസാനിച്ചു എന്ന് കരുതി. തന്റെ ലോകം തന്നെ അവസാനിച്ചു എന്ന് കരുതി. എന്നാൽ ആ തകർച്ചയിൽ നിന്നും അദ്ദേഹം ഓടിയത് ഹിമാലയത്തിലേക്കാണ്, ഇന്ത്യയിലേക്കാണ്. അദ്ദേഹം അവിടെ താമസിച്ച് സെൻ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ശീലമാക്കി. മനസ്സിനെ പൂർണ്ണമായി ശാന്തമാക്കാൻ അദ്ദേഹം പഠിച്ചു. ആ ധ്യാനത്തിലൂടെയാണ് തന്റെ ഉള്ളിലെ അനാവശ്യ ചിന്തകളെയും ദേഷ്യത്തെയും ചതിയുടെ വേദനയെയും എല്ലാം മാറ്റി നിർത്തി ഒരു ലേസർ ലൈറ്റ് പോലെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. പിന്നീട് അദ്ദേഹം കൂടുതൽ ശാന്തമായി തിരിച്ചു വന്നു. ആപ്പിൾ കമ്പനിയുടെ തലപ്പത്ത് വീണ്ടും എത്തി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവമായ ഐഫോൺ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു. സ്റ്റീവ് മരിക്കുന്നതുവരെ ദിവസവും ധ്യാനിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ധ്യാനത്തിലൂടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള അത്ഭുതങ്ങളെ കാണാൻ കഴിയൂ എന്നാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തല പുകഞ്ഞ് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നതിന് പകരം ദിവസവും ഒരു 10 മിനിറ്റ് കണ്ണടച്ച് ധ്യാനമായിരിക്കാൻ പഠിക്കൂ. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കൂ.
നിങ്ങളുടെ ചുറ്റുമുള്ള ബഹളങ്ങളെല്ലാം ഒതുങ്ങി മനസ്സ് ശാന്തമാകുമ്പോൾ പ്രതിസന്ധികളെ മറികടക്കാനുള്ള വഴി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, വി ആർ വാട്ട് വി ഈറ്റ്, അല്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ എന്ന് പറയാം. എന്നാൽ പലപ്പോഴും നാവിന്റെ രുചിക്ക് പുറകെ പോയി ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും വാരി വലിച്ചു കഴിച്ച് നമ്മുടെ ശരീരത്തെ ഒരു ചരക്കു വണ്ടിയാക്കി മാറ്റാറുണ്ട്. ശരീരത്തിന് ഊർജ്ജം നൽകേണ്ട ഭക്ഷണം പലപ്പോഴും നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ജീവിതമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫിറ്റായ അതിശക്തനായ അത്ലറ്റുകളിൽ ഒരാളാണ് വിരാട് കോഹ്ലി. എന്നാൽ 2012 വരെയുള്ള കോഹ്ലി ഇങ്ങനെ ആയിരുന്നില്ല. ചിക്കൻ ബിരിയാണിയും മട്ടൺ റോളും ഫാസ്റ്റ് ഫുഡും കണ്ടു കഴിഞ്ഞാൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാധാരണ ഡൽഹിക്കാരൻ പയ്യനായിരുന്നു അദ്ദേഹം. കളിയിൽ പ്രതിഭയുണ്ടായിരുന്നെങ്കിലും ശരീരത്തിൽ അമിതവണ്ണവും മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 IPL സീസൺ കഴിഞ്ഞു. ആ സീസണിൽ വിരാടിന് വിചാരിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കുളിച്ചതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് വിരാട് സ്വന്തം ശരീരം കണ്ട് ഞെട്ടിപ്പോയി. ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരന്റെ ശരീരമല്ല തനിക്കുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ മോശം ഭക്ഷണശീലവും ഫിറ്റ്നസും വെച്ച് മുന്നോട്ട് പോയാൽ തന്റെ കരിയർ അധികം വൈകാതെ അവസാനിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൊട്ടടുത്ത ദിവസം മുതൽ വിരാട് കോഹ്ലി ഒരു കഠിനമായ തീരുമാനമെടുത്തു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജങ്ക് ഫുഡുകൾ, മധുരം, എണ്ണ, പലഹാരങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും പച്ചക്കറികളും സാലഡുകളും അടങ്ങിയ കൃത്യമായ ഒരു ഡയറ്റ് ശീലമാക്കി. സ്വന്തം നാവിനെ അദ്ദേഹം നിയന്ത്രിച്ചു. അതിന്റെ ഫലം എന്തായിരുന്നു? വെറും മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം മാറിമറിഞ്ഞു. കളിക്കളത്തിൽ ഒരൊറ്റ റണ്ണിനായി പോലും ഓടാൻ മടിച്ച കോഹ്ലി പിന്നീട് ചീറ്റപ്പുലിയെ പോലെ ഡബിൾ റണ്ണുകൾ ഓടിയെടുക്കാൻ തുടങ്ങി. ഇന്ന് കോഹ്ലിയുടെ ആ ബാറ്റിംഗ് കരുത്തിന് പിന്നിലെ ആ രഹസ്യം അദ്ദേഹം കഴിക്കുന്ന കൃത്യമായ ഭക്ഷണമാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ എന്ത് ഇന്ധനമാണ് നിറയ്ക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ദിവസേനയുള്ള പെർഫോമൻസ് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും. ജങ്ക് ഫുഡുകൾ താൽക്കാലിക രുചി തരുമെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും മടുപ്പിക്കുമെന്നത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മടി കൂടും. എന്നാൽ പോഷകഗുണമുള്ള നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഇരട്ടിയാകും. തലച്ചോറിന്റെ പ്രവർത്തനം വേഗത്തിലാകും. അതുകൊണ്ട് തന്നെ തനിയെ പൊരുതി ജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ശരീരത്തിന് നല്ല ഇന്ധനം നൽകാനായിട്ട് ശീലിക്കുക. അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ശീലം എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയും സമയക്രമവുമാണ്. നമ്മളിൽ പലരും എപ്പോഴും പറയുന്ന ഒരു പരാതിയുണ്ട്, എനിക്കൊന്നിനും സമയമില്ല. എന്നാൽ സത്യത്തിൽ നമുക്ക് സമയമില്ലാത്തതാണോ? അതോ ഉള്ള സമയം നമ്മൾ ശരിയായി മാനേജ് ചെയ്യാത്തതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും തെരുവിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനും പ്രകൃതി തുല്യമായി നൽകിയിട്ടുള്ള ഒരേ ഒരു കാര്യം ദിവസേനയുള്ള 24 മണിക്കൂറാണ്. അതെല്ലാവർക്കും ഒരുപോലെയാണ് ആ 24 മണിക്കൂർ. ആ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ സംഭവം ഞാൻ പറയാം. 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന വിപ്ലവകാരിയായ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപാർട്ട്. അദ്ദേഹം തന്റെ സൈന്യത്തിന്റെ സമയക്രമത്തിലും കൃത്യനിഷ്ഠയിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ ജനറൽമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒരു പ്രധാനപ്പെട്ട അത്താഴ വിരുന്നിനായിട്ട് ക്ഷണിച്ചു. കൃത്യം 8 മണിക്ക് വിരുന്ന് ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ വരാമെന്നേറ്റ പല ഉദ്യോഗസ്ഥരും വെറും അത്താഴ വിരുന്നല്ലേ, അല്പം വൈകിയാലും കുഴപ്പമില്ല എന്ന് കരുതി അലസത കാണിച്ചു. കൃത്യം 8 മണിയായപ്പോൾ നെപ്പോളിയൻ ഡൈനിങ് ടേബിളിലെത്തി. അവിടെ വന്നിരുന്ന ചുരുക്കം ചില ആളുകളോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കൃത്യം 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു തീർത്തു. 8 മണി കഴിഞ്ഞ് 10-15 മിനിറ്റ് വൈകി എത്തിയ ജനറൽമാർ കണ്ടത് ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി എഴുന്നേൽക്കുന്ന നെപ്പോളിയനെയാണ്. വലിഞ്ഞു കയറി വന്ന ഉദ്യോഗസ്ഥരോട് നെപ്പോളിയൻ വളരെ ശാന്തമായി പറഞ്ഞു, സുഹൃത്തുക്കളെ, അത്താഴത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി നമുക്ക് യുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം. വൈകി വന്നവർക്ക് അന്ന് പട്ടിണി കിടക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, സമയത്തിന്റെ വില അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നെപ്പോളിയൻ എപ്പോഴും പറയുമായിരുന്നു, യുദ്ധക്കളത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം സമയത്തെ തോൽപ്പിക്കുക എന്നതാണ്. നഷ്ടപ്പെട്ട മിനിറ്റുകൾ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കൃത്യനിഷ്ഠയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചെറിയ ഡയറിയിലോ ഫോണിലോ പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് സമയത്തിന് ഉറങ്ങുക എന്നത്. കൃത്യമായ സമയക്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഓടിത്തളരുമ്പോഴും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് വളരെ കൃത്യമായി എത്തിച്ചേരും. ഇനി നമുക്ക് 5-ാമത്തെ പോയിന്റ് നോക്കാം. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക എന്നതാണ് 5-ാമത്തെ ശീലം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു കോൺക്രീറ്റ് കാടുകൾക്കുള്ളിലാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മൊബൈൽ സ്ക്രീനുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും നോക്കിയിരിക്കുന്ന നമ്മൾ പ്രകൃതിയെ കാണാനോ ശ്വസിക്കാനോ മറന്നുപോയിരിക്കുന്നു എന്ന് വേണം പറയാൻ.
ഇതാണ് ഇന്നത്തെ തലമുറയിൽ ഇത്രയധികം മാനസിക സമ്മർദ്ദവും ദേഷ്യവും കൂടുന്നതിന്റെ പ്രധാന കാരണവും. ഇവിടെ ജപ്പാൻകാരുടെ ജീവിത വിജയത്തിന് പിന്നിലെ ഒരു രഹസ്യം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവരും സമാധാനത്തോടെ ജീവിക്കുന്നവരുമായ ആളുകളാണ് ജപ്പാനിലുള്ളവർ. 1980കളിൽ ജപ്പാനിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ജോലിഭാരം മൂലമുള്ള മാനസിക സമ്മർദ്ദവും ഹൃദയാഘാതവും വളരെ കൂടുതലായിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഒരു പുതിയ ശീലം ഔദ്യോഗികമായി ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിന്റെ പേരാണ് ഷിൻറിൻ യോക്കു അഥവാ ഫോറസ്റ്റ് ബാത്തിങ്. ഫോറസ്റ്റ് ബാത്തിങ് എന്ന് വെച്ചാൽ കാടിന്റെ നടുവിൽ പോയിട്ട് കുളിക്കുക എന്നല്ല അർത്ഥം. ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ച് സമയം മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളും പൂർണ്ണമായിട്ടും മാറ്റിവെച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. മരങ്ങൾക്കിടയിലൂടെ നടക്കുക, പച്ചപ്പിലേക്ക് നോക്കിയിരിക്കുക, പക്ഷികളുടെ ശബ്ദം കേൾക്കുക, ശുദ്ധവായു ശ്വസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. മരങ്ങൾ പുറത്തുവിടുന്ന ചില പ്രത്യേക എണ്ണകൾ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തി. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാകുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. വെറും 20 മിനിറ്റ് പ്രകൃതിയോടൊപ്പം ചെലവഴിച്ച ആളുകളുടെ ചിന്താഗതി പോസിറ്റീവായി മാറിയെന്ന് പഠനങ്ങൾ തെളിയിച്ചു. ഇന്ന് ജപ്പാനിലെ വലിയ കമ്പനികളിലെ ജീവനക്കാർ പോലും സമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഫോറസ്റ്റ് ബാത്തിങ് ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ മുറിക്കുള്ളിൽ അടച്ചിരിക്കരുത്. ഫോൺ വീട്ടിൽ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു പാടത്തേക്കോ പറമ്പിലേക്കോ പാർക്കിലേക്കോ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നടക്കുക. രാവിലെയുള്ള ചെറിയൊരു നടത്തം, പച്ചപ്പുല്ലിലൂടെ ചെരുപ്പിടാതെ നടക്കുന്നത്, ശുദ്ധവായു ശ്വസിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. പ്രകൃതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ. ആ പ്രകൃതിയിലേക്ക് മടങ്ങാൻ ദിവസവും അല്പം സമയം കണ്ടെത്തുക. സോ നമുക്ക് 6ാമത്തെ ശീലത്തിലേക്ക് പോകാം. 6ാമത്തെ ശീലം ലക്ഷ്യബോധമാണ്. ഫോക്കസ് ആൻഡ് ഗോൾസ്. ലക്ഷ്യമില്ലാത്ത ജീവിതം ഒരു വിലാസമില്ലാത്ത കത്ത് പോലെയാണ്. അതെവിടെയും എത്തിച്ചേരില്ല. ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് തങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഇതിഹാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ മികച്ച ഒരു ഉദാഹരണം വേറെ ഉണ്ടാവുകയില്ല. പാണ്ഡവരുടെയും കൗരവരുടെയും അസ്ത്രവിദ്യ പരീക്ഷിക്കുന്ന ആ ഒരു ദിവസം ഗുരു ദ്രോണാചാര്യർ ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു തടിപ്പക്ഷിയെ കൊണ്ടുവച്ചു. എന്നിട്ട് ശിഷ്യന്മാരെ ഓരോരുത്തരെയായി വിളിച്ച് ആ പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ആദ്യം വന്നത് ധർമ്മപുത്രരാണ്. വില്ല് കൊലച്ചപ്പോൾ ദ്രോണർ ചോദിച്ചു, മകനെ, നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? അവൻ പറഞ്ഞു, ഗുരുവേ, ഞാൻ അങ്ങയെ കാണുന്നുണ്ട്, മരവും അതിന്റെ കൊമ്പുകളും കാണുന്നുണ്ട്, ആ പക്ഷിയെയും കാണുന്നുണ്ട്. ദ്രോണർ അദ്ദേഹത്തോട് മാറി നിൽക്കാനായിട്ട് പറഞ്ഞു. പിന്നീട് ദുര്യോധനൻ വന്നു, ഭീമൻ വന്നു. എല്ലാവരും പറഞ്ഞത് തങ്ങൾ മരവും ഇലകളും ആകാശവും പക്ഷിയും എല്ലാം കാണുന്നുണ്ടെന്നാണ്. ദ്രോണർ ആരെയും അമ്പെയ്യാനായിട്ട് അനുവദിച്ചില്ല. ഒടുവിൽ അർജുനന്റെ ഊഴം വന്നു. അർജുനൻ വില്ലെടുത്ത് നാൺ വലിച്ചപ്പോൾ ദ്രോണർ അതേ ചോദ്യം ആവർത്തിച്ചു. അർജുന, നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? അർജുനൻ ഒന്ന് മാത്രം പറഞ്ഞു, ഗുരുവേ, എനിക്ക് ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, മറ്റൊന്നും എന്റെ കണ്ണിലില്ല. ദ്രോണർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്പെയ്യുക. അർജുനൻ തൊടുത്ത അമ്പ് കൃത്യമായി ആ പക്ഷിയുടെ കണ്ണിൽ തന്നെ തറച്ചു. ശരിക്കും ഇതാണ് യഥാർത്ഥ ഫോക്കസ്. നിങ്ങളൊരു ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളോ ആളുകളുടെ പരിഹാസങ്ങളോ മറ്റു തടസ്സങ്ങളോ നിങ്ങളുടെ കണ്ണിൽ പെടരുത്. അർജുനന് പക്ഷിയുടെ കണ്ണ് മാത്രം കാണാൻ കഴിഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ലക്ഷ്യം മാത്രം ഉണ്ടായിരിക്കണം. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന്. വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് ഈ ആഴ്ച ഞാൻ എന്ത് ചെയ്യണം, ഈ മാസം ഞാൻ എന്ത് നേടും എന്ന് കൃത്യമായി എഴുതി വെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ദിവസവും ചെറിയ ചെറിയ ചുവടുകൾ വെക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളെ എല്ലാം മറന്ന് ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കാൻ പഠിച്ചാൽ നിങ്ങളെ തടയാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 7ാമത്തെ പോയിന്റ്, വ്യക്തിപരമായിട്ടുള്ള വളർച്ചയും വേരുകൾ ഉറപ്പിക്കലും എന്ന് വേണം പറയാൻ. അതായത് ഈ ഒരു ശീലം എന്ന് പറയുന്നത് ഒരു മരം പോലെ സ്വന്തം വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കുക എന്നതാണ്. പുറമേ കാണുന്ന മനോഹരമായ ഇലകളോ പൂക്കളോ അല്ല ഒരു മരത്തിന്റെ കരുത്ത്. ശക്തമായ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ആ മരം വീണുപോകാതെ താങ്ങി നിർത്തുന്നത് മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന അതിന്റെ വേരുകളാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആളുകൾ നമ്മുടെ വിജയങ്ങൾ മാത്രമേ കാണാറുള്ളൂ, പക്ഷെ ആ വിജയത്തിന് പിന്നിൽ നമ്മൾ സഹിച്ച കഷ്ടപ്പാടുകളും ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വവുമാണ് നമ്മുടെ യഥാർത്ഥ വേരുകൾ. ഇതിന് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള അതിശയകരമായ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ചൈനീസ് ബാമ്പു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചൈനീസ് മുളകൾ എന്ന് പറയും. അതിന്റെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കർഷകൻ ആ മുളയുടെ വിത്ത് മണ്ണിലിട്ട് ദിവസവും അതിന് വെള്ളവും വളവും നൽകുന്നു. 1-ാം വർഷം കഴിഞ്ഞു, മണ്ണിൽ ഒരു മാറ്റവും ഇല്ല. ഒരു ചെറിയ മുള പോലും പുറത്തേക്ക് വന്നില്ല. 2-ാം വർഷവും കഴിഞ്ഞു, 3-ാം വർഷവും കഴിഞ്ഞു, 4-ാം വർഷവും കടന്നുപോയി. ഒരു തരി പോലും ആ മണ്ണിൽ നിന്നും പൊന്തി വന്നില്ല ആ ചെടിയുടേതായിട്ട്.
പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും ആ കർഷകൻ ചെയ്യുന്നതെല്ലാം വെറുതെയാണെന്ന്. എന്നാൽ കൃത്യം 5-ാമത്തെ വർഷമാകുമ്പോൾ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ മുള മണ്ണിൽ നിന്നും 80 അടിയിലധികം ഉയരത്തിലേക്ക് അതിവേഗം വളർന്നു പന്തലിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ 4 വർഷം അവിടെ എന്താണ് സംഭവിച്ചത്? ആ മുള മുകളിലേക്ക് വളരുകയല്ലായിരുന്നു, പകരം മണ്ണിനടിയിലേക്ക് അതിന്റെ വേരുകൾ ശക്തമായി പടർത്തുകയായിരുന്നു. ഭാവിയിൽ താൻ 80 അടി ഉയരത്തിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന വലിയ കാറ്റുകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു അത്. ആ വേരുകൾ ഉറപ്പില്ലായിരുന്നുവെങ്കിൽ 80 അടി ഉയരമുള്ള ആ മുള ഒരൊറ്റക്കാറ്റിൽ വീണുപോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ കഠിനമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും വിജയം കാണുന്നില്ലെങ്കിൽ ഒട്ടും തളരേണ്ടതില്ല. നിങ്ങൾ പരാജയപ്പെടുകയല്ല, പകരം ഒരു ചൈനീസ് മുളയെ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കുകയാണ്. കഷ്ടപ്പാടുകളിലൂടെയും തോൽവികളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകരാൻ അനുവദിക്കരുത്. സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ വ്യക്തിത്വമാകുന്ന വേരുകൾ മണ്ണിൽ ഉറച്ചതാണെങ്കിൽ ഭാവിയിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും നിങ്ങളെ വീഴ്ത്താനായിട്ട് ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല. ഇനി അടുത്ത പോയിന്റ് നോക്കാം, ശാരീരികമായിട്ടുള്ള വ്യായാമം. ഇതാണ് നമ്മുടെ 8ാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയുമായിട്ടുള്ള ശീലം, ശാരീരിക വ്യായാമം. മിക്കവരും വിചാരിക്കുന്ന വ്യായാമം ചെയ്യുന്നത് 6 പാക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനോ മാത്രമാണെന്നാണ്. എന്നാൽ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനും കൂടിയാണ്. മനസ്സ് ശക്തമാണെങ്കിൽ ആദ്യം ശരീരം ശക്തമാകണം. ലോകപ്രശസ്തനായ ഒരു വ്യക്തിയുടെ കാര്യം പറയാം. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ റോൾ മോഡലാണ് അർണോൾഡ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച ബോഡി ബിൽഡർ ആവുകയും ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്ത, അതിനുശേഷം അമേരിക്കയിലെ കാലിഫോർണിയയുടെ ഗവർണർ ആവുകയും ചെയ്ത വ്യക്തി. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ രാഷ്ട്രീയത്തിലും സിനിമയിലും ബിസിനസ്സിലും ഒരുപോലെ വിജയിച്ചതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന്. അർണോൾഡ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാൻ ജിമ്മിൽ പോയി ഇരുമ്പ് ഭാരങ്ങൾ ഉയർത്തുമ്പോൾ എന്റെ പേശികൾ മാത്രമല്ല വളർന്നത്, എന്റെ മനസ്സാണ്. കഠിനമായ ഭാരം ഉയർത്തുമ്പോൾ ശരീരം പറയും, ഇനിയും എന്നെക്കൊണ്ട് കഴിയില്ല, ഇത് താഴെ വെക്കൂ എന്ന്. എന്നാൽ ആ വേദനയും മറികടന്ന്, ഇല്ല, എനിക്ക് ഒരു തവണ കൂടി ഇത് ഉയർത്തണമെന്ന് മനസ്സ് പറയുമ്പോൾ അവിടെ എന്റെ ആത്മവിശ്വാസമാണ് വളരുന്നത്. ജിമ്മിലെ ആ കഠിനാധ്വാനമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയും തോൽവികളെയും പോരാടി ജയിക്കാൻ എന്നെ പഠിപ്പിച്ചത്. ശാസ്ത്രീയമായി നോക്കിയാൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് എൻഡോർഫിൻ, ഡോപ്പമിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദവും വിഷാദവും പൂർണ്ണമായും ഇല്ലാതാക്കും. പ്രിയപ്പെട്ടവരെ, തനിയെ പൊരുതാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്കൊപ്പം നിൽക്കണം. അതിനായി ദിവസവും ജിമ്മിൽ പോകണമെന്നില്ല. ദിവസവും ഒരു 30 മിനിറ്റ് വീട്ടിൽ വെച്ചുള്ള പുഷപ്പുകളോ റണ്ണിങ്ങോ യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ മടി പടിയിറങ്ങും, ആത്മവിശ്വാസം ഇരട്ടിയാവുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ജീവിതശൈലികൾ, വായന, ധ്യാനം, നല്ല ഭക്ഷണം, സമയക്രമം, പ്രകൃതിയോട് ഇണങ്ങിച്ചേരൽ, ലക്ഷ്യബോധം, വ്യക്തിപരമായ വളർച്ച, ശാരീരിക വ്യായാമം, ഇവ വെറുമൊരു അറിവല്ല, നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന 8 ആയുധങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് ഈ 8 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത് പ്രായോഗികവുമല്ല. പക്ഷെ ഓർക്കുക, ഒരു വലിയ മല കയറാനായിട്ട് തുടങ്ങുന്നത് ചെറിയൊരു ചുവടുവെപ്പിലൂടെയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ നല്ല തീരുമാനം നാളെ നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും. ജീവിതത്തിൽ നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളെ ചുറ്റി വരിയുമ്പോൾ വിഷമിച്ചിരിക്കരുത്. പകരം ഈ 8 ശീലങ്ങളിലേക്ക് തിരിയുക. അപ്പോൾ ഈ ശീലങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരും നിങ്ങളെ നയിക്കുന്ന വെളിച്ചവും. ഈ ശീലങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല. തളരരുത്, പൊരുതുക, മുന്നോട്ട് പോവുക.